എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. കഷായ സോപ്പാണ് കേട്ടോ. ഇത് 12 വീതം പച്ചമരുന്നുകൾ കഷായമാക്കിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. യാതൊരു കെമിക്കലോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല കേട്ടോ. അതുപോലെ മുഖത്ത് വരുന്ന പിമ്പിൾസ് ഇല്ലേ, അതായത് മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, മുഖക്കുരു വരാണ്ടിരിക്കാൻ, കഴുത്തിന് ചുറ്റുള്ള കറുപ്പ്, കണ്ണിന് ചുറ്റുള്ള കരിമംഗലം, അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി എഫക്റ്റീവായിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നെക്സ്റ്റ് ഉള്ളത് ഇത് നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന അലർജീൻ്റെ സോപ്പാണ് കേട്ടോ. സ്കിന്നിലെ ചൊറിച്ചിലുകൾ, ബ്ലഡിലുള്ള അലർജീൻ്റെ പ്രശ്നമായിട്ട് വരുന്ന സ്കിന്നിലെ ചൊറിച്ചിലുകൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ സോപ്പ്. ഇത് നമ്മൾ കഷായ ആക്കാണ്ട് ചെയ്യുന്നതാണ്. പച്ചമരുന്ന് അങ്ങനെ തന്നെ അരച്ചെടുത്തിട്ട് അതിൻ്റെ സത്തെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അച്ചാറുകളാണ്. ഇത് നാരങ്ങച്ചാർ. ഇതിൽ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. നാരങ്ങച്ചാറാണ്. പിന്നെ വരുന്നത് കാരക്ക അച്ചാർ വരുന്നുണ്ട്. ഫുള്ളായിട്ട് കാരക്ക വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ടും കാരക്കയും കൂടെ വരുന്നത് മിക്സഡായിട്ട് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രഷറുള്ളവർക്കും ഷുഗറുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്ദുപ്പാണ് ഇതിൽ ചേർക്കുന്നത്. അതായത് സാധാ ഉപ്പല്ല ചേർക്കുന്നത്, ഇന്ദുപ്പാണ് ചേർക്കുന്നത്. കാരണം പ്രഷറുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ദുപ്പ് വരുന്നത്. ഇതാണ് കേട്ടോ ഇന്ദുപ്പ് വരുന്നത്. ഇത് 1 കിലോയുടെയാണ്. ഇത് അതിൻ്റെ തന്നെ പൊടിയാണ് വരുന്നത്. ഇന്ദുപ്പ് പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് പഞ്ചസാര വരുന്നുണ്ട്. ബ്രൗൺ പഞ്ചസാര. പിന്നെ വരുന്നത് ഇത് തെങ്ങിൻ ചക്കരയാണ് കേട്ടോ. ഇതൊക്കെ ഓരോരോ കിലോയുടെ പാക്കാണ് കേട്ടോ. ഇനി ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. പിന്നെ വരുന്നത് ഫുൾ തവിടോട് കൂടിയുള്ള റൈസാണ് കേട്ടോ. ഇത് ഷുഗർ ഉള്ളവർക്ക്, പ്രഷർ ഉള്ളവർക്ക്, അതുപോലെ ഫാറ്റി ലിവർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫുൾ തവിടുള്ളതാണ് കേട്ടോ. ഇതാണ് കേട്ടോ അരി വരിക. ഫുൾ തവിടായിട്ടുള്ളതാണ്. ഇത് കഞ്ഞിയായിട്ടോ ചോറായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ ശർക്കര വരുന്നത്. നമുക്ക് കാപ്പിയിൽ അതുപോലെ മുത്താറി കാച്ചുന്നതിലൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. സാധാ ശർക്കരയേക്കാൾ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ പഞ്ചസാര വരുന്നത്. ഇതാണ് കേട്ടോ ഇന്ദുപ്പ്. റോക്ക് സാൾട്ട് എന്നും പറയും കേട്ടോ. ഇതന്നെ പൊടിച്ചെടുക്കുന്നതാണ്. പൊടിപ്പായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഹെയർ ഓയിലാണ് കേട്ടോ. ഇതാണ് ഹെയർ ഓയിൽ. മുടി കൊഴിച്ചിൽ, താരൻ, മൈഗ്രെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളതാണ്. ഇത് 28 വീതം പച്ചമരുന്നുകളുടെ സത്തെടുത്തിട്ട് നമ്മൾ നാളികേരപ്പാലിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്യുക. അതായത് 1-2 തുള്ളി കയ്യിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിടുക. ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.